Welcome back to my YouTube channel. Last class നമ്മൾ OET listening പാർട്ടിൻ്റെ ഇൻ്റർവെൻഷൻസ് പ്രൊസീജിയേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇൻ്റർവെൻഷൻസും പ്രൊസീജിയേഴ്സിനെ കുറിച്ചായിരുന്നല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ടുഡേ വി വിൽ കണ്ടിന്യൂ ദ സെയിം ടോപ്പിക്. Along with we will continue other interesting topics, especially in listening part. വളരെ സുപരിചിതമായിട്ട് നമ്മൾ കേൾക്കുന്ന ചില പ്രൊസീജിയേഴ്സ് ആണ്. അതിനകത്ത് വൺ ഓഫ് ദി മെയിൻ കാർഡിയാക് catheterization ആണ്. So look at the spelling. So you will definitely make mistakes here while writing spelling catheterization. ഇവിടെ എസ് എ എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ബി കെയർഫുൾ വൈൽ റൈറ്റിംഗ് the spelling should be correct. Next, cervical smear. Next, computed tomographic scan. CT scan നമ്മൾ പറയാറില്ലേ. So when you hear, you can just write CT scan, then go with the audio. Once the audio finish, you can come back and write the full form computer. So നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എഴുതാൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അബ്രിവേഷൻ അറിഞ്ഞേ പറ്റുള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ലെംബാർ പങ്ചർ. സോ ലുക്ക് അറ്റ് ദ സ്പെല്ലിംഗ് പങ്ചർ. നെക്സ്റ്റ്, നമ്മൾ വളരെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ്, MRI സ്കാൻ എന്നൊക്കെ പറയാറില്ലേ. സോ വെൻ യു ലിസൺ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ MRI. വൺസ് ഓഡിയോ ഫിനിഷ് ആയി കഴിയുമ്പോൾ യു കം ബാക്ക്, അത് തിരിച്ചു വരാൻ മറക്കരുത്. നിങ്ങൾ ആ MRI എന്ന് എഴുതിയെടുത്ത് വന്നിട്ട് അത് റബ്ബ് ചെയ്തിട്ട് മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് എന്ന് എഴുതി പോവാം. Next, Mantoux text. So when you hear the topic is related to with the TB, tuberculosis or something, so they're gonna talk about the investigations or the procedure or just a test. So adu kelkumbol thane the thing should be come in your mind. So they are talking about TB. So definitely they are talking about the test. Mantoux text, TB text aanalle. So that spelling of the Mantoux, MANTOUX, Mantoux test. So it's really important. Next is mammogram. Next, spirometry. ഇത് വളരെ 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 കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഇന്റർവെൻഷൻ ആണ് സ്പൈറോമെട്രി. ദാറ്റ് ഈസ് സ്പൈറോമെട്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഫോർ ലങ് എക്സ്പാൻഷന് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ആ ഒരു ചെറിയ ടൈറ്റിൽ ബോഡി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. ബട്ട് സ്പൈറോമെട്രി ഒരു പ്രൊസീജിയറും ഒരു ഇൻസ്ട്രുമെന്റും രണ്ടും ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. Now we will talk about common sensation, feelings, pain or symptoms using in listening part. കാരണം ഇപ്പം നമ്മൾ നോർമലായി സംസാരിക്കുന്ന അല്ലെങ്കിൽ നോർമലായി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ലിസണിങ്ങിൽ കേൾക്കുന്നത്. ഫോർ പെയിന് നമ്മൾ പെയിൻ എന്നായിരിക്കില്ല പറയുന്നത്. ബോഡി പെയിൻ തന്നെ ബോഡി പെയിൻ ആയിരിക്കും, ബാക്ക് പെയിൻ, അബ്ഡോമിനൽ പെയിൻ, എനി കൈൻഡ് ഓഫ് എനിവേർ എൽസ് പെയിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അവർ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി ഇൻ മെഡിക്കൽ സയൻസ് ഇസ് ഡിഫറെൻറ്റ്. സോ ദാറ്റ് വൊക്കാബുലറി, ദാറ്റ് പെർട്ടിക്കുലർ വൊക്കാബുലറി റിലേറ്റഡ് ടു the specific thing you should know. So for example, for pain they use aches or aching, headache, body ache, അങ്ങനെയായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം അത് പെയിൻ തന്നെയാണ്, പക്ഷേ യു ആർ നോട്ട് അലൗഡ് ടു റൈറ്റ് ദാറ്റ് പ്ലേസ് പെയിൻ. യു ആർ സപ്പോസ് ടു റൈറ്റ് വാട്ട് യു ഹിയർ. എയ്റ്റ്സ് ഓർ എയ്റ്റ്, അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് സോർനെസ് ആണ്. സോർ എന്നാണ് പറയുന്നത്, വേദനയ്ക്ക് പറയുന്നതാണ് സോർ. അപ്പോൾ ആ വേർഡാണ് നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പെയിൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ആഗണി. ഒരു മെന്റൽ സ്ട്രെസ്, ഫിസിക്കൽ ഓർ മെന്റൽ ഡിസ്ട്രെസ്സിനെയാണ് ആഗണി ഫീലിംഗ് എന്ന് പറയുന്നത്. സോ വെൻ യു ഹിയർ ദ ടോപ്പിക് ബിറ്റ്വീൻ സംതിങ് ലൈക്ക് some kind of psychiatric or psychological issues, so they may use the word agony. So that word should come into your mind. Next, awful feeling. Awful feeling എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇംഗ്ലീഷുകാർ വളരെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐ ഫീൽ ഓഫുൾ, വെരി ഓഫുൾ, അൺപ്ലസന്റ്, അതാണ് ഓഫുൾ എന്നുള്ളതിന്റെ മീനിങ്. സോ ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷുകാരുടെ കോൺവെർസേഷനകത്ത്, ഡെയിലി കോൺവെർസേഷനകത്ത് വരുന്ന ഒരു വേർഡ് തന്നെയാണ് ഓഫുൾ ഫീലിംഗ്. Awkward, another very important word they are using. You can
Very commonly you can hear this word in OET listening. Awkward എന്ന് പറഞ്ഞാൽ എന്താ? Causing difficulty. വളരെ difficult ആയിട്ടുള്ള. It's not very easy thing. അല്ലേ? അതാണ് awkward. Mood swings. പല വിചാരങ്ങൾ. Keep on changing your things and thoughts. It's not at all constant. അതാണ് mood swings എന്ന് പറയുന്നത്. Something related to anyone can have this mood swings. So അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ലതാർജിക് ഫീലിംഗ്. എന്താണ്? ഒരു അൺഈസിനെസ്. ലതാർജിക് ഐ ഫീൽ റിയലി ലതാർജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു അൺഈസിനെസ് ഫീലിംഗ്. ലൈറ്റ് ഹെഡഡ്നെസ്. ഇത് വളരെ വളരെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ലൈറ്റ് ഹെഡഡ്നെസ്. അത് എഴുതി വരുമ്പോൾ ലൈറ്റ് ഹെഡഡ്നെസ് എന്നായിരിക്കും നമ്മൾ എഴുതി പോകും. സോ വാട്ട് യു നീഡ് ടു ഡു? റൈറ്റ് ലൈറ്റ് ഹെഡ്നെസ്. ദാറ്റ്സ് ഇറ്റ്. ലൈറ്റ് ഹെഡഡ്നെസ്. നാസ്റ്റി കഫ്. കഫിനെ പറയുന്നത് ഓ ഐ ഡു ഹാവ് എ നാസ്റ്റി കഫ്. നാസ്റ്റി കഫ്. അല്ലാതെ അവർ പറഞ്ഞു ഓ ഐ ഹാവ് എ സിവിയർ കഫ്. നമ്മളാണെങ്കിൽ വളരെ നീട്ടി വലിച്ചു പറയും. സോ ദേ ഹാവ് ദ സിനോണിംസ് ഫോർ ദാറ്റ് ലോങ് സെന്റൻസിന് ദേ യൂസ് ദ നെയിം നാസ്റ്റി കഫ്. ദാറ്റ് മീൻസ് വെരി ബാഡ് കഫാണ്. Or this if it is not like they find or difficult to cough, so they say it's dry cough. Dry cough. ഉണങ്ങി ഇരിക്കുന്ന ഒരവസ്ഥ. ഇനി ഈ ഒരു ഫ്ലം എന്നുള്ളത് നമ്മൾ പറയുന്നത് സെക്രീഷൻസ് ദറ്റ് നമ്മുടെ സെക്രീഷൻസിനെയാണ് നമ്മൾ ഈ ഫ്ലം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇവരുണ്ട് നെവർ യൂസ് ദറ്റ് സ്പൂട്ടം കഫ് പ്രൊഡക്റ്റ് ഓർ സെക്രീഷൻസ് ഒന്നും അവർ പറയത്തില്ല. സോ ബൈ ഹിയറിംഗ് ദിസ് വേർഡ് ഫ്ലം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഒരു കഫിനെയാണ് ഫ്ലം എന്ന് യൂസ് ചെയ്യുന്നത്. സീ ദാറ്റ് സ്പെല്ലിംഗ് PHLEGM. ഡെഫിനറ്റ്ലി യു ഗോണ മേക്ക് mistake. So it's really really important. The common vocabulary using in OET is different in usual spoken English. Okay? So the writing, when it comes to writing, it's everything is different. So you should be very careful these words. You may be thinking that why this lady is repeatedly saying the same thing. So എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് സ്കോർ എത്തുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ വെരി ഈസി തിങ്. ഇറ്റ്സ് റിയലി ഹാർഡ് തിങ് ആണ് അല്ലേ? സോ ജസ്റ്റ് ഒരു വൺ മാർക്കിനായിരിക്കും നിങ്ങൾ ആ പാസിംഗ് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. സോ അതിന് നമുക്ക് എവറിഥിങ് ഈച്ച് ആൻഡ് എവറിഥിങ് ഷുഡ് കൺസിഡർ ആസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഇത് ഇത്ര ക്ലിയർ ആയിട്ടും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ഇത് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല. വെൻ യു കം ടു എനി ഓഫ് യൂറോപ്യൻ കൺട്രീസിലോട്ട് വന്നു കഴിയുമ്പോൾ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഗൈസ്. സോ this is Princy George signing off from Blossom Days. Bye.